23 ദിവസത്തെ പ്രചാരണ പൂരത്തിന് ഇന്ന് കൊടിയിറങ്ങുമ്പോൾ രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിച്ചത് ചൂടേറിയ തെരഞ്ഞെടുപ്പ് പോരിനാണ്. ഡീൽ വിവാദം തൊട്ട് പ്രളയത്തിന്റെ പേരിലെ ആരോപണം വരെ കത്തിക്കയറിയ വിഷയങ്ങൾ. നേതാക്കൾ തമ്മിലുള്ള വാക്പോരും വെല്ലുവിളികളും പ്രചാരണത്തെ ചൂടുപിടിപ്പിച്ചു. വ്യാപകമായി നിരവധി സീറ്റുകളിൽ കാസർഗോഡ്, മഞ്ചേശ്വരം, റാന്നി, കോന്നി, ചെങ്ങന്നൂര്, ഏറ്റുമാനൂര്, തൃപ്പൂണിത്തുറ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ ഡീലാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടത്തിയ ഡീൽ ആരോപണം പ്രചാരണത്തെ ചൂടുപിടിപ്പിച്ചു. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ CPIM BJP ഡീൽ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തെ പ്രതിരോധിക്കാൻ മുഖ്യമന്ത്രി തന്നെ രംഗത്ത്. RSSുമായി പണ്ടേ കൂട്ടുകൂടുന്നവരാണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടി. ഇപ്പോഴും അവരുടെ അജണ്ടയിൽ പലതും ഉണ്ടാവും. അതിന്റെ ഭാഗമായി മുൻകൂർ ജാമ്യമെടുക്കലാണ് ഞങ്ങൾക്ക് നേരെ ആക്ഷേപം ഉന്നയിക്കുന്നത് എന്ന് കാണുന്നു. പ്രതിപക്ഷ നേതാവ് RSS പരിപാടിയിൽ പങ്കെടുത്ത പഴയ ചിത്രം മുഖ്യമന്ത്രി തന്നെ എടുത്തിട്ടതോടെ വാക്പോര് കടുത്തു. ജമാഅത്തെ ഇസ്ലാമിയുമായി UDF കൂട്ടുകെട്ടുണ്ടാക്കിയെന്ന LDFന്റെ ആരോപണവും SDPI CPIM സഹകരണമെന്ന UDF വിമർശനവും ഡീലിൽ തുടർച്ചർച്ചയായി. ഇതിൽ ഡിബേറ്റ്, സൈഡ് ഷോ, പിന്നെ ഡീല് എല്ലാത്തിനെ കുറിച്ച് എനിക്കൊരു അഭിപ്രായമുണ്ട്, മറുപടിയുണ്ട്. ശിവൻകുട്ടിന്റെ ഒപ്പം സംവാദം ഞാൻ ചെയ്യാൻ തയ്യാറാണ്. നേമത്തെ വികസനവുമായി ബന്ധപ്പെട്ട സംവാദത്തിന് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ V. ശിവൻകുട്ടിയെ വെല്ലുവിളിച്ചത് പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ശിവൻകുട്ടി വെല്ലുവിളി സ്വീകരിച്ചെങ്കിലും ആ സംവാദം നടന്നില്ല. ഒരു ആനയെ ഇറക്കുമ്പോൾ ഒരു കുഴിയാനെങ്കിലും ഇറക്കാനുള്ള ശ്രമത്തിലാണ്. അദാനിയെ പോലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇനി അദ്ദേഹത്തിനോട് മത്സരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എന്നെപ്പോലുള്ള ഒരാൾക്ക് പിന്നെ ആ റേഞ്ചിൽ മത്സരിക്കാൻ വലിയ പാടായി. സംവാദത്തിന് മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിച്ചെങ്കിലും ഫേസ്ബുക്കിലൂടെയാകാമെന്ന് മുഖ്യമന്ത്രിയുടെ നിലപാട്. ഒരിടത്തും സംവാദത്തിന് നേതാക്കൾ മുഖാമുഖമെത്തിയില്ല. G. സുധാകരനെതിരെയുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം വിവാദമായി. പ്രചാരണ യോഗത്തിൽ ചോദ്യമുന്നയിക്കാൻ ശ്രമിച്ചയാളോട് വീട്ടിൽ പോയി ചോദിക്കുന്ന മുഖ്യമന്ത്രിയുടെ മറുപടി പ്രചാരണത്തിൽ ഏറെ ചർച്ചയായി. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്, അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. ഗുരുവായൂരിൽ NDA സ്ഥാനാർത്ഥി B. ഗോപാലകൃഷ്ണൻ നടത്തിയ വർഗീയ പരാമർശങ്ങൾ, കായംകുളത്തെ LDF സ്ഥാനാർത്ഥി U. പ്രതിഭയ്ക്കെതിരായ മുസ്ലിം ലീഗ് നേതാവിന്റെ പരാമർശങ്ങൾ, പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദം, CPIM നേതാവ് CS സുജാതയ്ക്കെതിരെയുള്ള G. സുധാകരന്റെ വാക്കുകൾ. സുജാതയുടെ വീട്ടിലാണ്, സുജാത നായന്മാരുടെ വീട്ടിൽ മാത്രമേ കയറൂടെ, നായന്മാരുടെ വീട് നോക്കി കയറുകയാണ്. ഇവരങ്ങോട്ട് ചെന്നാവുന്ന നായന്മാരെല്ലാം ചെയ്യുമെന്നാണ് ധാരണ. മനസ്സിലായില്ല? മാനമില്ല സുജാതയ്ക്ക്, ആണോ മാനം വേണ്ടേ? ഇങ്ങനെ വാവിട്ട വാക്കുകൾ പലതുണ്ടായി. തൃശൂർ ജില്ലയിലെ കിറ്റ് വിവാദം BJPയെ പ്രതിരോധത്തിലാക്കി. FCRA നിയമ ഭേദഗതിയിൽ ക്രൈസ്തവ സഭകൾ കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്ത് വന്നതോടെ അനുനയിപ്പിക്കാൻ BJPയും തിരക്കിട്ട നീക്കങ്ങൾ നടത്തി. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഫണ്ട് വിവാദത്തിന്റെ അലയൊലികൾ ഇനിയും അവസാനിച്ചിട്ടില്ല. കോൺഗ്രസ് ഫണ്ട് പിരിവ് CPIM വൻ വിവാദമാക്കിയതോടെ KPCC അധ്യക്ഷൻ കണക്കുകളുമായി എത്തി. ശവന്തൂക്ക്, ശവന്തീനി തുടങ്ങിയ വാക്കുകളിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ. പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറിലും വീറും വാശിയും കൂടുതൽ കടുത്തു. കോൺഗ്രസിലെ കത്ത് വിവാദവും പ്രളയത്തിന്റെ പേരിലെ ആരോപണങ്ങളുമായി കളം കൊഴുക്കുകയാണ്. ഇലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.